ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തായ്ലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള മൾട്ടി കളേർഡ് ബൊഗൈൻവില്ലയെ പറ്റിയാണ്. ഏടാട്ടുകാരൻ തോപ്പിയരി ആർട്ട് ഗാർഡനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറേ നാൾ മുമ്പ് ഞാൻ ഈ ഒരു ഗാർഡനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് നമ്മൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇപ്പോൾ നിറക്കാഴ്ചയായിട്ട് വസന്തം വിരിയിച്ചുകൊണ്ടിരിക്കുന്ന ബോഗൻവില്ലാസിൻ്റെ വിശേഷങ്ങളും അത് വെറൈറ്റി ചെടികൾ കിട്ടുന്ന ഒരു നേഴ്സറിയെ പരിചയപ്പെടുത്തുന്നതുമാണ്. ഇപ്പോൾ ഒത്തിരി കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, നാടൻ വെറൈറ്റീസ് ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഒത്തിരി കളേഴ്സ് പുറത്തുനിന്ന് തായ്ലാൻഡിൽ നിന്നാണ് കൂടുതലും വെറൈറ്റികൾ വരുന്നത്. അപ്പോൾ തായ്ലൻഡ് വെറൈറ്റി ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു നേഴ്സറി ആണെന്ന് പരിചയപ്പെടുത്തുന്നത്. കൊരട്ടിക്കും ചാലക്കുടിക്കും ഇടയിലുള്ള മുരിങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നേഴ്സറി. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി അത് എടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ടേ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ബോഗൻവില്ലയുടെ വീഡിയോയിൽ ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഒരു ബോഗൻവില്ല പൂക്കളില്ലാതെ ഇലകൾ മാത്രമായിട്ട് നിറഞ്ഞു നിന്നപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞിട്ട് അതിനകത്ത് ചില ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത ഒരു ബോഗൻവില്ല അന്ന് കാണിച്ച ബോഗൻവില്ലയാണിട്ടത്. നോക്കിയേ, എന്ത് മനോഹരമായിട്ടാണ് പൂക്കുണ്ടായി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെയിലാണ്, നല്ല വെയിലാണ്, അതുകൊണ്ടാട്ടോ ക്ലിയർ അല്ലാത്തത്. ഇലകളില്ലാതെ തന്നെ ആ ഇലകളെല്ലാം നമ്മൾ നുള്ളി കളഞ്ഞതിന് ശേഷം വന്ന ഒരു ഭംഗിയാണത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. പൂക്കളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ മാത്രം ആ ടിപ്സ് ഒന്ന് ചെയ്യുക കേട്ടോ. നിറച്ച് പൂക്കൾ തരുന്ന, വലിയ കെയറൊന്നും ഇല്ലാതെ പൂക്കൾ തരുന്ന ഒരു ചെടി തന്നെയാണ് ബോഗൻവില്ല. അപ്പോൾ ആ ബോഗൻവില്ല ആ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ പൂക്കളില്ലാതെ ഇലകളായിട്ട് മാത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോസിലെ ടിപ്സ് ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ട് ഇപ്പോൾ 15 കൊല്ലമായി. ഈ ചെടി ഇതേപോലെ തന്നെ പൂക്കൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ആ നേഴ്സറിയിൽ നിന്ന് ഞാൻ 1 കൊല്ലം മുമ്പ് വാങ്ങിയ ചെടിയാണ് കേട്ടത്. ഇപ്പോൾ നിറച്ച് പൂക്കളായിരുന്നു. ഇപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് പൂക്കൾ ഈ സീസണിൽ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മഴക്കാലത്ത് നമുക്ക് പൂക്കൾ തരുന്ന 2 ചെടികളാണിത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെടികൾ വെറൈറ്റികൾ സ്വന്തമാക്കാനായിട്ട് ഈ ഗാർഡൻ ഈ നേഴ്സറിയിലേക്ക് നമുക്ക് പോയാൽ മതി. ഒത്തിരി കളേഴ്സ് ഉണ്ട്. തായ്ലൻഡ് വെറൈറ്റികൾ എല്ലാം തന്നെ അവിടെ ഉണ്ട്. ഹാങ് ചെയ്തിടുന്നത്, അതുപോലെ പോട്ടിൽ വെക്കുന്നത് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആ നേഴ്സറി ചെന്നിട്ട് ആ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ ഞാൻ നമ്മുടെ എടാട്ടുകാരൻ ടോപ്പിയറി ഗാർഡൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അതായത് ബോഗൻവില്ലയുടെ നിറവസന്തം ഒരുക്കിയിരിക്കുന്ന ഒരു നേഴ്സറിയാണ്. അതും വെറൈറ്റി ചെടികൾ, വെറൈറ്റി ബോഗൻവില്ലകളാണ്. നമ്മുടെ തായ്ലാൻഡ് നിന്നിറക്കിയിരിക്കുന്ന വെറൈറ്റി, നമുക്ക് നാട്ടിൽ എപ്പോഴും ലഭിക്കാത്ത തരത്തിലുള്ള വെറൈറ്റി ചെടികളാണ്, വെറൈറ്റി ബോഗൻവില്ലാസാണ് ഇവിടെ ഉള്ളത്. അതും നിറച്ച് പൂക്കളാണ്. ആ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതാണ് നമ്മുടെ മനസ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും കണ്ണും നിറയും. ഇത് ഉള്ളത് നമ്മുടെ കൊരട്ടിക്കും ചാലക്കുടിക്കും ഇടയ്ക്ക് മുരിങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ഈ നേഴ്സറി ഉള്ളത്. എല്ലാവർക്കും വന്ന് നേഴ്സറി വിസിറ്റ് ചെയ്യാനും ചെടികൾ സ്വന്തമാക്കാനും വളരെ എളുപ്പമാണ്. ഇത് നോക്കിയേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അതായത് ഒരേ തണ്ടിൽ തന്നെ പല കളറ് ഗ്രാഫ്റ്റ് ചെയ്ത് അതൊരു പ്രത്യേക ബൊക്കെ പോലത്തെ ഉള്ള ഒരു ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി നമുക്ക് കാണുമ്പോൾ തന്നെ എന്തുണ്ട്, നമുക്ക് കൊണ്ടുപോകാൻ തോന്നും. അത്രയധികം എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ ഈ ചെടികളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വലിയ ചെടികളുണ്ട്, വലിയ ചട്ടികളിൽ വലിയ ചെടികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെടികൾ സിംഗിൾ കളറിൽ നമുക്ക് ഇതേ വെറൈറ്റി, തായ്ലൻഡ് വെറൈറ്റി നമുക്ക് ചട്ടികളിലും കിട്ടും. അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ട് ഇത്ര വലിയ, ഇതൊക്കെ ചട്ടികളിലാണ് കേട്ടോ ഈ ചെടികളൊക്കെ ഇരിക്കുന്നത്. ഇത്ര വലിയ ചെടികളൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ തായ്ലാൻഡിലെ വീഡിയോകളിലും നേഴ്സറികളിലും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ നേഴ്സറിയിലെ നമുക്ക് വെറൈറ്റികൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പല തരത്തിലുള്ള ചെടികളുണ്ട്, പല വെറൈറ്റികളുണ്ട്. അത് നമുക്ക് കാണാൻ ശ്രമിക്കാം. ഇത് റൂബി റെഡ്, വളരെ റെയറായിട്ട് ഇപ്പോൾ നേഴ്സറികളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ ഈ വെറൈറ്റി. ഇത് ഒരു 2 ആൾ പൊക്കെങ്കിലും കാണും കേട്ടോ.
അത്രയും പൊക്കത്തിലുള്ള ഒരു കോൺ ഷേപ്പിലുള്ള ഒരു സ്റ്റാൻഡിൽ താഴ്ത്തുനിന്ന് തുടങ്ങി കമ്പുകൾ വെച്ച് കെട്ടി മുകളിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ്. എന്നിട്ട് തൂങ്ങിക്കിടക്കുന്ന ഓരോ ചില്ലകളിലും ഇതുപോലെ പൂവുണ്ടായി നിൽക്കുന്നത്. ഇത് ചട്ടി തന്നെയാണ്. എന്താ പറയുക, എന്ത് മനോഹരമാണല്ലേ കാണാനായിട്ട്. 4 കളറിൽ ബോഗൺവില്ല പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു വലിയ ബോഗൺവില്ലയുടെ തണൽമരമാണ് കേട്ടോ. വലിയ ചട്ടി തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ശരിക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ തണൽമരം വെച്ച് പിടിപ്പിക്കില്ലേ, ആ രീതിയിൽ തന്നെ ഇത് വെക്കാം നമുക്ക്. അത്യാവശ്യം തണലുമായി, എന്നാൽ നിറച്ച് പൂക്കളുമായി. ഇത് വലിയൊരു ചട്ടി തന്നെയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കൊണ്ടുപോയി നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തും സുരക്ഷിതമായിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ മരം പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ബോഗൻവില്ലാസ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ഇതെല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് തന്നെ ഒരുക്കിയിരിക്കുന്നതാണ് കേട്ടോ. നഴ്സറിയുടെ അകത്ത് ഒത്തിരി ചെടികൾ, വെറൈറ്റി ചെടികൾ നമുക്ക് ചെറിയ ചെറിയ ചട്ടികളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ചെടികളുടെയും വെറൈറ്റീസ് നമുക്കിവിടെ ലഭ്യമാണ്. ഈ കാണുന്ന എല്ലാ ചെടികളും ചെറിയ ചെറിയ പോട്ടുകളിലാക്കിയിട്ട് നമുക്ക് മേടിക്കാവുന്ന രീതിയിൽ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കാണാം. ഇത് ട്രൈ കളറിലുള്ള ഒരു ബോഗൺവില്ലയുടെ ചെടിയാണ്. നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. വലിപ്പമുള്ള പൂവാണ്. അതുപോലെ ഒരു വെള്ളയും ഒരു റോസും ഡാർക്ക് റോസും കലർന്ന പൂവാണ്. ഓരോ പൂവിലും ആ കളറുകളുണ്ട്. ഇതും ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ വെട്ടി ഒരുക്കി നല്ല ബോൾ പോലെ ഒരു പൂക്കൂട പോലെ തന്നെ ഇരിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വലിയ ചട്ടിയും ചെറിയ ചട്ടിയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടുകളിൽ നമുക്ക് മഴക്കാലത്ത് പോലും പൂക്കൾ തരുന്ന തായ്വാൻ വെറൈറ്റി ആയിട്ടുള്ള ചില്ലി റെഡ്, ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ച്, അതുപോലെ റൂബി, അതുപോലെ ചില്ലി വൈറ്റ്, മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വെറൈറ്റി ചെടികൾ ഇവിടെ അവൈലബിൾ ആണ്. ഹാങ് ചെയ്തിടാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് പോട്ടുകളിൽ മഴ നനയാതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് പോലും പൂക്കൾ തരുമെന്നാണ് നഴ്സറിയുടെ ഉടമ പറഞ്ഞത്. അതും എല്ലാ തരം കളറുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒത്തിരി വെറൈറ്റി ബോഗൻവില്ലാസ് ഞാൻ അവിടെ കണ്ടിട്ടോ. ഞാൻ കാണാത്ത ടൈപ്പ് ബോഗൻവില്ലാസ് അവിടെ കണ്ടു. ചിലപ്പോൾ നിങ്ങളിൽ പലരും കണ്ടു കാണും. എങ്കിലും ഞാൻ ഇതുവരെ കാണാത്ത കുറച്ച് വെറൈറ്റി ബോഗൻവില്ലാസാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് കാണുക. അതിനുശേഷം നമ്മുടെ നഴ്സറിയിലെ ജസ്റ്റിൻ എന്നാണ് ഇതിൻ്റെ ഓണറിൻ്റെ പേര്. ജസ്റ്റിൻ ചേട്ടൻ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചേട്ടനെ നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന കാഴ്ചയോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ബോഗൻവില്ലാസ് എപ്പോഴും പൂക്കൾ നിറഞ്ഞു നിൽക്കണമെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും പൂ ഉണ്ടായതിന് ശേഷം വരുന്ന ആ ചില്ലകൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന്. പ്രത്യേകിച്ചും ഈ തായ്ലാൻഡ് മോഡൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ചില്ലയിലും ഉണ്ടായി പോകുന്ന പൂക്കളുണ്ടായി കൊഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കമ്പ് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം. അതുപോലെ തന്നെ ശരിക്കും ഇതിന് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒരിക്കലും ഒത്തിരി ചാണകം ഇട്ട് പോട്ടി മിക്സിൽ ഉണ്ടാവരുത്. നൈട്രജൻ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇലകൾ കൂടുള്ളൂ, പക്ഷേ പൂക്കൾ അപ്പോൾ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സായിട്ട് എപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്നത് മണ്ണും അതുപോലെ 1/3 ഭാഗം നമ്മുടെ ചകിരിച്ചോറിന് പകരം ഇപ്പോൾ ഉമ്മിയാണ്. അതായത് നെല്ല് കുത്തിയിട്ട് വരുന്ന ആ ഒരു ഉമ്മി എന്ന് പറയുന്ന ഒരു സാധനമാണ് അദ്ദേഹം മണ്ണിൽ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഒഴിക്കുന്ന വെള്ളം ഒരു കാരണവശാലും അതിനകത്ത് തങ്ങി നിൽക്കരുത്. ചകിരിച്ചോറാണെങ്കിൽ അത് തങ്ങി നിൽക്കാനിടയുണ്ട്. വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ വാർന്നു പോകണം. വെള്ളം
അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷെ അതൊരിക്കലും അതിനകത്ത് തങ്ങി നിൽക്കാനിടയാകാത്ത രീതിയിലുള്ള പോട്ടി മിക്സാണ് വേണ്ടതെന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ ഇതിന് കൊടുക്കുന്ന വളം അദ്ദേഹം കൊടുക്കുന്നതും ഇതുപോലെ തന്നെ നൈട്രജന് NPK വളങ്ങളായ നമ്മുടെ 18-18-18, അതുപോലെ 19-19-19, 20-20-20. കൂടുതലും അദ്ദേഹം യൂസ് ചെയ്യുന്നത് 18-18-18ഉം 20-20-20ഉമാണ്. ഈ നഴ്സറിയിലെ മറ്റൊരു പ്രത്യേകതയാണ് ടോപ്പിയറി ആർട്ട് ഗാർഡൻ. അതായത് ആ ടോപ്പിയറി ആർട്ടിൽ ഒരുക്കിയിരിക്കുന്ന ഒത്തിരി ചെടികൾ, അതായത് പലതരം ഷേപ്പിൽ, സ്ക്വയർ, റൗണ്ട്, അതുപോലെ കോൺ ഷേപ്പ്, ഈ രീതിയിൽ, അതുപോലെ മൃഗങ്ങളുടെ ഷേപ്പ്, അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ഷേപ്പിലൊക്കെ വെൽക്കം എന്നൊക്കെ പോലെയുള്ള രീതിയിൽ ഒരേ ആകൃതിയിൽ ഒരുക്കി ചെടികൾ വളർത്തി പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളുടെ മനോഹരമായിട്ടുള്ള കളക്ഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ്. ഞാൻ ഇതുവരെ മറ്റു നഴ്സറികളിൽ ഇതിങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ കൗതുകമാണ്. ഇത് കണ്ടല്ലോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അപ്പോൾ അത് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുക. അപ്പോൾ പൂച്ചെടികളെ അധികം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും പൂച്ചെടികളെ പരിചരിക്കണം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചെടികളാവുമ്പോൾ അധികം പരിചരണമൊന്നും വേണ്ട. ഇടയ്ക്ക് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത ഷേപ്പ് വരുത്തിയാൽ മാത്രം മതി. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഗാർഡൻ വന്ന് കാണുന്നത് വളരെ ഹെൽപ്പായിരിക്കും. ഈ ചെടിയെ പറ്റിയിട്ട് നമ്മൾ സലു നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഒത്തിരി പേര് അത് ഇഷ്ടപ്പെട്ട് ആ ഗാർഡനൊക്കെ സന്ദർശിച്ചു, ചെടികൾ സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രത്യേകതയും കൂടി നഴ്സറിയിൽ ഉണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വിപുലമായ രീതിയിൽ ഇതേപോലെ ടോപ്പിയറി ആർട്ട് കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രത്യേകത പല മാധ്യമങ്ങളിലും ഷെയർ ചെയ്തിട്ടുണ്ട്, പല ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിനെ കുറേ അനുമോദിച്ചുകൊണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ മോഡലാട്ടോ ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ചിരിക്കുന്ന ചെടി. ഒരു വർഷം മുമ്പ് എനിക്ക് മഴക്കാലത്തും പൂക്കൾ തന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മഴ നനയാതെ ഒന്ന് വെച്ചാൽ മതി. ഇത് 4 കളറാണ്, അതായത് ചില്ലി പിങ്ക്, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, ചില്ലി യെല്ലോ. ഈ 4 കളറാണ് എൻ്റെ വീട്ടിലുള്ള പൂക്കൾ കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് വീട്ടിലേക്ക് ഒരു ചെടി ഉണ്ടെങ്കിൽ അതിമനോഹരമായിട്ട് പൂക്കളുണ്ടായി കിട്ടും. അതാണ് വലിയൊരു സന്തോഷം.